പരമാവധി ഈ അവസരം ഇനി ഒരു പക്ഷേ നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ എന്നറിയില്ല. ഏറ്റവും നല്ല അവസരമാണ് സുദ്ദീഖ് തങ്ങളെ കാണാൻ, ഉമർ തങ്ങളെ കാണാൻ, മുത്ത് ഹബീബിനെ കാണാൻ, ജന്നത്തുൽ ബഖീ റസൂലുള്ളാഹിന്റെ ഭാര്യമാരും മക്കളും പ്രമുഖരായ സ്വഹാബാക്കളൊക്കെയും അന്ത്യവിശ്രമം കൊള്ളുന്ന മദീന മുനവ്വറയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു നല്ല സംഘമായി അച്ചടക്കമുള്ള, അതവുള്ള, ക്ഷമയുള്ള, സമാധാനമുള്ള, ആത്മീയമായ അന്തരീക്ഷം ആഗ്രഹിക്കുന്ന ഒരു നല്ല സംഘമായി അല്ലാഹു നമ്മെ മദീനയിൽ എത്തിച്ചു തരട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗികളുണ്ട്, അല്ലാഹു തആല ശിഫ നൽകട്ടെ. ഒരുപാട് നേരുന്ന പ്രശ്നങ്ങളുമായി ഈ സംഘത്തിൽ ഒരുമിച്ച് കൂടിയവരുണ്ട്. കുടുംബപരമായും മക്കളുടെ കാര്യത്തിലും ഭർത്താവിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ കുടുംബത്തിലെ മറ്റു സഹോദരങ്ങളുടെ കാര്യത്തിലൊക്കെ വലിയ വലിയ വേദനകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവർക്കും അല്ലാഹു ഹബീബിന്റെ ഹക്ക് കൊണ്ട് സമാധാനം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഹബീബിനെ അങ്ങ് സ്നേഹിച്ചാൽ ഹബീബ് വരും നമ്മളടുക്കൽ. നമ്മളടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരും. അതത്ര വിദൂരമൊന്നുമല്ല. വന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നല്ലേ. നിങ്ങളോർത്ത് നോക്കൂ, നമ്മൾ ഓതുന്ന മൗലിദ് കിതാബിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. ആ ചരിത്രം എന്താ? ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിന്റെ അന്ന് മൗലിദ് ആഘോഷിക്കുന്ന ഒരു സഹോദരൻ തന്റെ വീട്ടിലെ ആളുകളെ മുഴുവനും വിളിച്ചു വരുത്തി അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് ധാരാളം ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് പൊന്നുനബിയുടെ മധുഹ് പാടുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരു രംഗം അയൽവാസിയായ ഒരു ദിമ്മിയായ കാഫിറിന് അത്ര രസിച്ചില്ല. അയൽവാസിയായ ഈ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹം കൃത്യമായി അതിനെ ഉപയോഗപ്പെടുത്തുന്ന ആ അയൽവാസിയുടെ അടുക്കൽ വന്ന് ദിമ്മിയായ കാഫിർ ചോദിച്ചു, എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ ആളുകളെ വിളിച്ചുകൂട്ടി വലിയ പരിപാടിയൊക്കെ സംഘടിപ്പിച്ചു, ഇങ്ങനെ ഭക്ഷണം കൊടുക്കുന്നത് എന്തിനാണ്? അപ്പോൾ പറഞ്ഞു, ഇന്നെന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമാണ്. ആ ദിവസത്തെ ആദരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അദ്ദേഹം ഒന്ന് പരിഹസിച്ചു, കളിയാക്കി, ആക്ഷേപിച്ചു, കുറ്റപ്പെടുത്തി, എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്? ഇത് കേട്ടപ്പോൾ ഈ വിശ്വാസിയായ ഈ സഹോദരന് ഭയങ്കര ടെൻഷനായി. എൻ്റെ തൊട്ട അയൽവാസി, ഞാൻ എൻ്റെ ഹബീബിൻ്റെ മേൽ